ഹായ് മക്കളെ, +2 സ്കൂൾ ജീവിതം അവസാനിക്കാൻ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമായിരിക്കും ശേഷിക്കുന്നത്. +2വിന് ശേഷം ഇനി എന്ത് എന്ന് നിങ്ങൾ സീരിയസ് ആയിട്ട് ആലോചിച്ച് തുടങ്ങാനുള്ള സമയം അതിക്രമിച്ചിട്ടുണ്ട്. +2വിന് ശേഷം നീറ്റ്, കീം, CUT പോലുള്ള കോമ്പറ്റീവ് എക്സാംസിലൂടെ ഇന്ത്യയിലോ അല്ലെങ്കിൽ കേരളത്തിലെയോ ടോപ്പ് പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിങ്ങൾ പ്രവേശിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് ആക്ച്വലി കുറച്ചും കൂടി ഈസി ആക്കി മാറ്റും. അപ്പോൾ എഡ്യു ബോർഡിനെ നിങ്ങൾ എത്രത്തോളം ഇത്രയും കാലം ട്രസ്റ്റ് ചെയ്തോ ആ ട്രസ്റ്റ് നിലനിർത്തിക്കൊണ്ട് നിങ്ങൾ ഇതുപോലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അല്ലെങ്കിൽ ഇതുപോലുള്ള കോമ്പറ്റീവ് എക്സാംസ് ക്രാക്ക് ചെയ്യാൻ എഡ്യു ബോർഡിൻ്റെ ക്രാഷ് പ്രോഗ്രാംസ് പരിചയപ്പെടുത്തുകയാണ് എൻ്റെ ലക്ഷ്യം. ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണാം. എന്നിട്ട് നിങ്ങൾ ഡിസിഷൻ എടുക്കണം. നിങ്ങൾ ഇതുപോലുള്ള കോമ്പറ്റീവ് എക്സാംസിന് എഡ്യു ബോർഡിൻ്റെ കൂടെ എന്തിനു കൂടെ നിൽക്കണമെന്ന് ഞാൻ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ മക്കൾ, ആദ്യത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ എഡ്യു ബോർഡ് നീറ്റ് ആയാലും കീം ആയാലും ഓൺലൈനായും ഓഫ്ലൈനായും ക്രാഷ് പ്രോഗ്രാംസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. CUTയുടെ കേസിലാണെങ്കിൽ നമ്മൾ ഓൺലൈനായിട്ടാണ് ക്രാഷ് പ്രോഗ്രാംസ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ നമുക്ക് ആദ്യം ഓൺലൈൻ ക്രാഷ് പ്രോഗ്രാംസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഓൺലൈൻ ക്രാഷ് പ്രോഗ്രാമിൽ ഞാൻ ആദ്യം നീറ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. മക്കളെ, നീറ്റിൻ്റെ കേസിൽ നിങ്ങൾക്കറിയാം May 4 എക്സാം ഡേറ്റ് വന്നിരിക്കുന്നത്. സോ നിങ്ങൾ +2 എക്സാംസ് കഴിഞ്ഞ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയായാലും ഒരു 40+ ഡേയ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാനുള്ള സമയം കിട്ടുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് ഓൺലൈനായിട്ട് നിങ്ങൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മളെ ഫസ്റ്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് March 21 അതായത് +2 ബയോളജി എക്സാംസ് കഴിഞ്ഞതിൻ്റെ സെക്കൻഡ് ലാംഗ്വേജ് എക്സാംസ് കഴിഞ്ഞതിന് നേരെ പിറ്റേ ദിവസം തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഓൺലൈൻ ക്രാഷ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഒരു ദിവസം പോലും വേസ്റ്റ് ചെയ്യാൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇനി അതിൻ്റെ സെക്കൻഡ് ബാച്ച് ആണെങ്കിൽ നമ്മൾ March 27 സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഫീസ് വരുന്നത് ഇപ്പോൾ ഏർലി ബേർഡ് ഓഫർ ഉള്ളത് കൊണ്ട് തന്നെ, അതായത് ആദ്യം ജോയിൻ ചെയ്യുന്ന 1000 പേർക്ക് ഈ ഓഫർ ഉള്ളൂ. ഇത് ഓൾമോസ്റ്റ് കുറേ പേര് ജോയിൻ ചെയ്തു. ഇതിലിപ്പോൾ നിങ്ങൾക്ക് 6000 രൂപ + GST ആയിരിക്കും ഇതിൻ്റെ ഫീസായിട്ട് വരുന്നത്. അതിൻ്റെ വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നീറ്റ് എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓഫ്ലൈൻ എക്സാമും കൂടിയാണ്. ഒരു ഓഫ്ലൈൻ എക്സാമും അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടി കേരളത്തിലുടനീളം 60 സിറ്റീസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഓഫ്ലൈനായിട്ട് എക്സാംസ് നടത്താൻ പ്ലാൻ ഉണ്ട്. അതിൻ്റെ ഷെഡ്യൂളും കാര്യങ്ങളൊക്കെ നമ്മൾ വൈകാതെ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു നീറ്റ് എക്സാം നടക്കുന്നത്, ആ നീറ്റ് എക്സാമിൻ്റെ അതേ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയും ഒരു കിഡിലൻ ഒരു മോക്ക് ടെസ്റ്റ് ആയിട്ട് നിങ്ങൾക്കത് എക്സ്പീരിയൻസ് ചെയ്യുകയും ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ പോവുകയാണെങ്കിൽ നമ്മുടെ കീം ക്രാഷ് കോഴ്സിൽ പോവുകയാണെങ്കിൽ കീം ക്രാഷും നീറ്റിനെ പോലത്തെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് March 21 കീം എക്സാം ഇത്തവണ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാംസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നീറ്റിൻ്റെ പോലെ തന്നെ നമ്മൾ കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടോ, ഇനി കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് അവൈലബിൾ അല്ലെങ്കിൽ അവിടെ ഓഫ്ലൈൻ ആയിട്ടുള്ള എക്സാംസ് പ്രൊവൈഡ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കേരളത്തിലുടനീളം 14 ഡിസ്ട്രിക്ട്സിൽ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ വൈകാതെ തന്നെ ഈ ചാനലിലൂടെ തന്നെ നമ്മൾ അറിയിക്കും കേട്ടോ. കീമിൻ്റെ കേസിൽ നിങ്ങൾക്ക് ഫീസ് വരുന്നത് ഏർലി ബേർഡ് ഓഫർ വരുന്നത് 6000 + GST ആയിരിക്കും. സെക്കൻഡ് ബാച്ച് നിങ്ങൾ ശ്രദ്ധിക്കുക, ഇംപ്രൂവ്മെൻറ്റ് എക്സാം ഒക്കെ എഴുതുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് March 27 ബാച്ചിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാം. പക്ഷേ ഞാൻ പറയുന്നത് നിങ്ങൾ 21 നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം. ഓരോ ദിവസവും പ്രിഷ്യസ് ആണ്. ഇനി CUTയിലോട്ട് വരുന്ന സമയത്താണെങ്കിൽ CUT നമുക്ക് ഓൺലൈൻ ആയിട്ട് മാത്രമേ നമുക്ക് കോഴ്സസ് അവൈലബിൾ ആയിട്ടുള്ളൂ. CUTയുടെ ലാസ്റ്റ് ഡേറ്റ് March 22 അപ്ലൈ ചെയ്യാൻ വേണ്ടി. അപ്പോൾ നിങ്ങൾ ആദ്യം ഇത് അപ്ലൈ ചെയ്യുന്ന ഉറപ്പ് വരുത്താം. ഇനി CUTയുടെ കേസിൽ എഡ്യു ബോർഡ് എത്രത്തോളം കോഴ്സ് തരുന്നു കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി പോസ്റ്റായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ഫസ്റ്റ് ബാച്ച് വീണ്ടും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ March 21 സ്റ്റാർട്ട് ചെയ്യുന്നു. March 27 സെക്കൻഡ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യാം. CUTയുടെ കേസിൽ പല കോമ്പിനേഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് അതിനുമായി ബന്ധപ്പെട്ട ഡൗട്ട്സിനൊക്കെ എഡ്യു ബോർഡ് നിങ്ങൾക്ക് റീച്ച് ഔട്ട് ചെയ്യാം കേട്ടോ. ഇനി നമ്മൾ ഓഫ്ലൈൻ ആയിട്ടുള്ള ക്രാഷ് അല്ലെങ്കിൽ റെസിഡൻഷ്യൽ ആയിട്ടുള്ള ക്രാഷ് പ്രോഗ്രാമിലേക്ക് ഞാൻ എന്ത് ചെയ്യാൻ നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. മക്കളെ, റെസിഡൻഷ്യൽ ക്രാഷ് പ്രോഗ്രാമിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എഡ്യു ബോർഡ് 3 ക്യാമ്പസിലാണ് നമ്മൾ ഇത്തവണ നീറ്റിനും കീമിനും വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓഫ്ലൈനായിട്ട് റെസിഡൻഷ്യൽ ആയിട്ട് ക്രാഷ് പ്രോഗ്രാംസ് നൽകുന്നത്. അപ്പോൾ അതിൽ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എഡ്യു ബോർഡിൻ്റെ ഏറ്റവും വലിയ ക്യാമ്പസായ ഇങ്കൽ ക്യാമ്പസാണ്, അതായത് മലപ്പുറം ക്യാമ്പസാണ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നീറ്റും നമ്മൾ കീമും രണ്ടും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കീം കോഴ്സസ് നമ്മൾ ക്രാഷ് ആയിട്ട് മലപ്പുറം ഇങ്കൽ ക്യാമ്പസിൽ മാത്രമേ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നീറ്റ് മറ്റ് 2 ക്യാമ്പസുകളിലും കൂടിയുണ്ട്. ഓക്കെ, ഇവിടെ ബോയ്സിനായാലും ഗേൾസിനായാലും നമുക്ക് എന്തുണ്ട്, ഇപ്പോൾ വേക്കൻസി ഉണ്ട്. സ്പെഷ്യലി ശ്രദ്ധിക്കുക, ആദ്യത്തെ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏതാണ്, നമ്മൾ March 21 ഓൾമോസ്റ്റ് ഫിൽഡ് ആണ്. അതിൽ ചില സീറ്റ്സ് മാത്രമേ ബാക്കിയുള്ളൂ. March 21 ഒരു ഡേ പോലും വേസ്റ്റ് ചെയ്യാതെ പഠിച്ച് തുടങ്ങാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക, പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക. നമ്പറൊക്കെ ഞാൻ താഴെ എന്ത് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഫോമൊക്കെ ഞാൻ ഫില്ല് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഫില്ല് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി അതല്ലെങ്കിൽ സെക്കൻഡ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് March 27 അപ്പോൾ നിങ്ങൾ ഇത് കോൺടാക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഏത് ബാച്ചിലേക്കാണ് നിങ്ങൾ സ്പെസിഫൈ ചെയ്യണം. 21 ആണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഈ വീഡിയോ കണ്ട പാടെ തന്നെ കോൺടാക്ട് ചെയ്യണം, ഞാൻ പ്രത്യേകം റിക്വസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഫീസ് വരുന്നത് 14,000 + GST ആയിരിക്കും കേട്ടോ. ഇനി അടുത്ത ക്യാമ്പസ് ഞാൻ പരിചയപ്പെടുന്നത് തൃശ്ശൂരുള്ള ക്യാമ്പസാണ്. അവിടെ നമ്മൾ നീറ്റ് ക്രാഷ് മാത്രമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ തൃശ്ശൂർ ക്യാമ്പസിൽ നമ്മൾ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുന്നത് March
27-നാണ്. ശ്രദ്ധിക്കുക, 21-നല്ല, നമ്മൾ മാർച്ച് 27-നാണ്. നിലവിൽ നമുക്കിവിടെ ഗേൾസിന് മാത്രമേ എന്തുള്ളൂ, ക്രാഷ് പ്രോഗ്രാമിന് വേക്കൻസി ഉള്ളൂ. ഓക്കെ, ഇനി അടുത്തത് വരുന്നത് ഗേൾസിന് തന്നെയുള്ള മറ്റൊരു ക്യാമ്പസും കൂടി ഞങ്ങളുടെ മറ്റൊരു ക്യാമ്പസാണ്. കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച ഗേൾസ് ഓൺലി ക്യാമ്പസാണ്. അത്രക്കും കിഡിലെ ഇൻഫ്രാസ്ട്രക്ചർ ഉള്ള മലപ്പുറം കൊണ്ടോട്ടിയുള്ള എസ്കോള എന്ന് പറഞ്ഞ ഇൻ്റർനാഷണൽ ക്യാമ്പസാണ്. ആ ഒരു ക്യാമ്പസിൽ നമ്മൾ നീറ്റ് ക്രാഷാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ആ നീറ്റ് ക്രാഷ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് മാർച്ച് 27 ആണ് കേട്ടോ. മാർച്ച് 27 ബാച്ചിലേക്ക് നിങ്ങൾക്ക് ഇവിടേക്ക് അഡ്മിഷൻ ലഭിക്കാം. ഇത് ഗേൾസ് ഓൺലി ക്യാമ്പസാണ്, നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി തൃശ്ശൂർ ക്യാമ്പസിൻ്റെ കേസിൽ ജസ്റ്റ് ഒരു പോയിന്റ് പറയുകയാണ്, ഇത് കഴിഞ്ഞുള്ള നമ്മുടെ റിപ്പീറ്റർ പ്രോഗ്രാംസിന് ഇവിടെ എന്തുണ്ടാവും, ഇവിടെ ബോയ്സിനും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് സൗകര്യങ്ങൾ ഉണ്ടായിരിക്കും. ക്രാഷിൻ്റെ കേസിൽ ഗേൾസിന് മാത്രമേ നമുക്ക് സൗകര്യങ്ങളുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് എല്ലാം കിട്ടി വിചാരിക്കുന്നു. ഇനി അഡ്മിഷൻ റിലേറ്റഡ് ആയിട്ടോ ഇനി ഇതിലെന്ത് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കോൺടാക്ട് ചെയ്യാം കേട്ടോ. 9207998855. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഞങ്ങൾ എത്രത്തോളം ട്രസ്റ്റ് ചെയ്യുന്നോ അത്രത്തോളം ഞങ്ങൾ എന്ത് ചെയ്യാം, ഞങ്ങൾ അതിനോട് നീതി പുലർത്താൻ ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങൾ നന്നായിട്ട് പഠിക്കുക, എത്രയും പെട്ടെന്ന് നിങ്ങളെ സീറ്റുകൾ നിങ്ങൾ ഉറപ്പിക്കുക കേട്ടോ.